ഒരു കിടിലൻ തമിഴ് ത്രില്ലർ സിനിമ കണ്ടു. ഇതിൻ്റെ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മാസമാണ് ഈ ഒരു സിനിമ റിലീസായത്. ഒരു ഡിസാസ്റ്റർ തന്നെയായിരുന്നു സിനിമ. അത്രയും വലിയൊരു എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ്, ബോക്സ് ഓഫീസ് ഇമ്പാക്റ്റ് ഒന്നും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. OTT ഇറങ്ങിയ സമയത്ത് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ കണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. സിനിമയുടെ കഥ എന്ന് പറയുന്നത് സൂപ്പറാണ്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നതും അടിപൊളിയാണ്. നമുക്കൊരു കൺവിൻസ് ആവുന്ന രീതിയിലാണ് ഈ സിനിമ അവതരിപ്പിച്ചത്. പക്ഷേ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് അത്രയും വലിയ പോപ്പുലർ അല്ലാത്ത കോമഡി റോൾസുകളൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഈ ഒരു സിനിമയിലെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിംഗ് ഒക്കെ ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ഒരു 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 വലിയ ടയർ 1-ലുള്ള ആക്ടേഴ്സൊന്നും വേണ്ട, എങ്കിലൊരു ഒരു ലെവലിലുള്ള ആളുകളൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ആകുമായിരുന്നു സിനിമ. അല്ലെങ്കിൽ ഒരു ന്യൂ ഫേസ് ആണെങ്കിലും അടിപൊളിയാകുമായിരുന്നു. ചാച്ചി എന്നൊരു വ്യക്തിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. PVR ഇനോക്സ് ഒക്കെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലൊക്കെ ഉള്ളത്, ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉള്ളത്. അപ്പോൾ സിനിമ ഇങ്ങനെയാണ്. ഒരു ക്യാരക്ടർ, സിനിമയിലെ മെയിനായിട്ടുള്ള ഗൗതം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കാറിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളൊരു വിക്ക് ഒക്കെയുള്ളൊരു വ്യക്തിയാണ്. ഭയങ്കര പേടിച്ചാണ് അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു ബൈക്കിനിട്ട് വണ്ടി ഇടിക്കുകയാണ്. ബൈക്കുകാരൻ അവിടെ മരിച്ചു വീഴാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല. വിജനമായിട്ടുള്ളൊരു നട്ടപ്പാതിരയാണ്, വിജനമായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ആ ബൈക്കുകാരനെ, ഹെൽമെറ്റ് അടക്കം ആ ബൈക്കുകാരനെ എടുത്തിട്ട്, ഈ ഒരു മഞ്ഞ കാറാണ് അദ്ദേഹത്തിനുള്ള, ആ ഒരു കാറിൻ്റെ ഡിക്കിയിൽ സൂക്ഷിക്കുന്നു. എന്നിട്ട് കാർ എടുത്തിട്ട് ഇദ്ദേഹം ഈ ബോഡി എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം കാർ എടുത്ത് മുന്നോട്ട് തന്നെ പോകുന്നു. പക്ഷേ ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനാണ്. ആ നാട്ടിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഭയങ്കര കറപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തല്ലി ഒതുക്കി തീർക്കുന്ന, പരാതികളൊന്നും ആളുകളിൽ നിന്ന് സ്വീകരിക്കാത്ത കറപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പോലീസ് ഓഫീസേഴ്സ് ഉള്ള ഒരു പോലീസ് സ്റ്റേഷൻ ആ നാട്ടിലുള്ള ഇയർക്കൗഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ആണ് സിനിമയിലുള്ളത്. അങ്ങനെ ഈ ബാക്ക് ടു ദ സ്റ്റോറി, ഗൗതമിൻ്റെ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ഗൗതം ഈ കാറുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഈ പോലീസുകാർ ഈ പട്രോളിങ് നടത്തുമല്ലോ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ കയ്യിലൊരു ബീറിന് കുപ്പി ഉണ്ടായിരുന്നു. ആ ബീർ അദ്ദേഹം കുടിച്ചിട്ട് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആണെന്നുള്ള ഒരു രീതിയിൽ പോലീസുകാരുടെ മുമ്പിലേക്ക് വണ്ടി നിർത്തുന്നു. അങ്ങനെ ഇദ്ദേഹത്തെ പോലീസ് പിടിക്കുന്നു. അപ്പോൾ ഈ വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ ഡിക്കി തുറക്കാൻ നേരത്തെ ഇദ്ദേഹം കുറച്ച് ടാക്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് പോലീസുകാരനെ തല്ലിയിട്ടൊക്കെയാണ് ഇദ്ദേഹം ആ ഒരു ശ്രദ്ധ മാറ്റുന്നത്. അങ്ങനെ ഈ ഗൗതമിനെ പോലീസ് പൊക്കുന്നു. വണ്ടിയൊന്നും അധികം പരിശോധിക്കുന്നില്ല. പോലീസുകാർക്ക് അറിയില്ല അതിൻ്റെ അകത്തൊരു ഡെഡ് ബോഡി ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഈ കാറും ഗൗതമിനെയൊക്കെ ആയിട്ട് ഇവർ ഇറക്കൗഡ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് ചില ആളുകളൊക്കെ അവിടെ വരുന്നു. പിന്നെ അവിടെ നടക്കുന്ന ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു സംഭവ വികാസങ്ങളാണ്. അപ്പോൾ ഇതേ ഏരിയയിൽ ഒരു പെൺകുട്ടി മരിച്ചതായിട്ട്, റോഡരികിൽ ഒരു പെൺകുട്ടി മരിച്ചതായിട്ട് ചെയിൻ സ്നാച്ച് ചെയ്യുന്ന സമയത്ത്, ചെയിൻ വലിച്ച് എടുക്കുന്ന സമയത്ത് കഴുത്തിലുള്ള ഒരു പാട് മനസ്സിലാക്കിയിട്ടാണ് സ്നാച്ചേഴ്സ് ആരെങ്കിലും ചെയ്തതാണെന്നുള്ളത് അവർക്ക് ഒരു പോലീസുകാർക്കൊരു ഡൗട്ട് വരുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയെ വെട്ടിക്കൊന്നതാണ്. അന്വേഷിക്കാൻ പോലീസുകാർ പാരലി മറ്റ് കുറച്ച് പോലീസുകാർ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ കുടുങ്ങിയ ഈ ഒരു കാറും ഗൗതമും. വേറെ എക്സ്ട്രാ ഒരു കഥയും കൂടെ പറയുന്ന സമയത്ത് ഒരാളെ അവിടെ കാണാനില്ല. ആ ഒരു വില്ലേജിലുള്ള ഒരു വ്യക്തിയെ കാണാനില്ല. ഒരു അമ്മയും കുട്ടിയും കൂടെ ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയായിട്ട് എത്തുകയാണ്. തൻ്റെ ഭർത്താവിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട്, തൻ്റെ അച്ഛനെ കാണാനില്ലെന്ന് കുട്ടിയും കരഞ്ഞു പറയുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ആരാണ്? ആ ഒരു പെൺകുട്ടിയെ കൊന്നതാരാണ്? ഗൗതമിന് എങ്ങനെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും? അങ്ങനെ അലുക്കുലത്തായിട്ട് കിടക്കുന്ന, കംപ്ലീറ്റ്ലി മെസ്സപ്പായിട്ട് കിടക്കുന്ന ഒരു ക്രൈംസാണ് ആ ഒരു രാത്രിയിൽ അവിടെ നടക്കുന്നത്. ഒറ്റ രാത്രി നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ ആ ഒരു രാത്രിയിൽ അവിടെ നടക്കുന്നത് എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒറ്റ കഥയായിട്ട്, ഇതിൻ്റെ ഒറ്റ ക്ലൈമാക്സ് ആയിട്ട് സിനിമ മാറുന്നുണ്ട്. ഒരു ഇമോഷണലി കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അവസാനത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരാണ് എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതിരുന്നത്. അതിലൊരു പോലീസ് ഓഫീസർ, ഭയങ്കര അറഗൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസറുണ്ട്, ഒരു മൊട്ടയായിട്ടുള്ളൊരു പോലീസ് ഓഫീസറുണ്ട്. അദ്ദേഹം അടിപൊളിയായിരുന്നു. പക്ഷേ ബാക്കിയുള്ളവർ ഒന്നും ഭയങ്കര മോശമായിരുന്നു, ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കാണുക. നല്ലൊരു ത്രില്ലറാണ് സിനിമ. നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ത്രില്ലറാണ്. പക്ഷേ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അടിപൊളി. എനിക്ക് അദ്ദേഹം ബോറാക്കിയിട്ടൊന്നുമില്ല, ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മറ്റൊരാൾ ചെയ്തിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു അത്തരം ഇമോഷൻസുകളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ആകുമായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോൾ സട്ടം എൻ കയ്യിൽ എന്ന ഈ ഒരു സിനിമ
താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക. മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം. See you.